തിരുമേനി എങ്ങനെയുണ്ട് ഈ വീട്? വീട് അസലായിരിക്കണോ. 36 വർഷത്തെ സർവീസിനിടയ്ക്ക് ആദ്യമായിട്ട് ഇതുപോലൊരു കിടക്കാച്ചി വീട് ചുളു വിലക്ക് ഞാൻ മേടിച്ചു തരണത്. ഇയാള് ഗവൺമെന്റ് സർവീസിലായിരുന്നോ? അല്ല, ബ്രോക്കർ സർവീസിൽ. പിന്നെ 4 കെട്ട് നടുമുറ്റുള്ള വീടായത്. എന്നിട്ട് 4 കെട്ട് എവിടെ? അത് ഈ വീടിന്റെ ഓണർ ഉണ്ടല്ലോ, ഈ വീട് കച്ചവടം ആകാതെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഈ നടുമുറ്റത്തിരുന്ന് 4 കെട്ട് വലിച്ചങ്ങ് തീർത്തു. അതല്ല, വലിയ വലിയ മനവീടുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കാണുന്നതാണ് ഈ 4 കെട്ട്. അതുണ്ടോന്നാ ചോദിച്ചത്. അത് ഇതിന്റെ അപ്പുറം ഉണ്ട്. സമാധാനായി. ഇനി ആ ഇലക്ട്രീഷ്യൻ വന്നിട്ട് ആ കറണ്ടിന്റെ കാര്യം കൂടി ഒന്ന് ശരിയാക്കിയ വലിയ സന്തോഷായി. കറണ്ടിന്റെ കാര്യത്തെ പറ്റി തിരുമേനി പേടിക്കൊന്നും വേണ്ട. ഇലക്ട്രിസിറ്റി KSB ബോർഡിലേക്ക് ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ലൈൻമാൻ വന്ന് കറണ്ടിന്റെ കാര്യം എല്ലാം റെഡിയാക്കി തരും. ആയിക്കോട്ടെ. അപ്പൊ അച്ഛനും അമ്മന്ന് വൈകുന്നേരം ഇവിടെ വരി. അവര് വരുമ്പോ കറണ്ടില്ലെങ്കിൽ വലിയ കഷ്ട. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആരാ 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 ഇയാളോടാ ചോദിച്ചത് ആരാന്ന്? ഈ ഡ്രസ്സും ഈ തൊപ്പിയും ഇതും കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാനാണ് ലൈൻമാൻ. ഞാൻ കരുതി വയർമാനാണ്. ആ കോമഡി ഇവിടെ ഏൽക്കില്ല കേട്ടോ. അതെ, ആരതിന്റെ ഓണർ? തിരുമേനി. അയ്യോ, തിരുമേനി ആയിരുന്നു. ഏതിലെത്തിയ? മേമനയാണോ കേമനയാണോ? ആള് കേമനാന്ന്. അങ്ങനെ അത് ശരിയാ. അപ്പൊ ഞാനേ പോസ്റ്റിന്റെ മുകളിൽ നിന്നുള്ള കണക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ ഇറത്ത് കമ്പി ഉണ്ട്. അത് കുറച്ച് പ്രശ്നമായിട്ട് കിടക്കാണ്. അത് അവിടെ നിന്ന് കുഴിച്ചെടുത്തിട്ട് പുതിയ കോപ്പർ അവിടെ കുഴിച്ചിട്ട് ഒരു 800 രൂപയുടെ ചിലവരും അതും വാങ്ങിയിട്ട് അവിടെ കുഴിച്ചിടണം കേട്ടോ. 800 എടുത്ത് കോപ്പർ മേടിച്ച് അവിടെ കൊണ്ടേ കുടിച്ചിരുന്നോ? 800 എടുത്ത് മേടിക്കുന്ന സാധനം അവിടെ കുടിച്ചിരുന്നു. അത് ഈ വീടിന് മുമ്പിൽ വെച്ചാ പോരെ? അത് സീനറി സ്പോട്ടല്ല അവിടെ കൊണ്ടുവയ്ക്കാൻ. ഇറത്ത് കിട്ടണ്ടേ? അതിനു വേണ്ടി അത് കുഴിച്ചിട്ട് മാത്രമേ ഞാനിത് ഓണാക്കി തരുള്ളൂ. അങ്ങനെ പറയരുത്. വയസ്സായ അച്ഛനമ്മയും കണ്ണൂരിൽ ഇവിടെ വരണ്ടേ? അവര് വരുമ്പോഴേക്കും ഈ കറണ്ട് കിട്ടിയാല് വലിയ കാര്യമായി. എനിക്ക് അങ്ങനെ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. ഞാൻ 2 ദിവസം കഴിയുമ്പോഴേക്കും ഒരു ഇലക്ട്രീഷ്യനെ വെച്ചിട്ട് എല്ലാം ശരിയാക്കി തരാനേ. പറ്റില്ല. അത് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ആ മെയിൻ സ്വിച്ച് ഓൺ ആക്കൂ എന്ന് പറഞ്ഞ ഓണാക്കുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി താത്ത എന്റെ സാറേ. ഇതുപോലുള്ള കേസായിട്ട് എന്നെ വിളിക്കരുത്. ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാക്കേണ്ട ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് അത് കുഴിച്ചിടാതെ ഞാനിവിടെ മെയിൻ സ്വിച്ച് ഓൺ ആക്കില്ല. ഇയാളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു കഥകളി നടന്റെ മോശമായി ലോബിളിക്ക് ആ കവളും കണ്ണും മുഖവും. ഇയാളെ കഥകളി പഠിച്ചിട്ടുണ്ടോ? ഞാനോ? ഒരു കഥകളി നടന്റെ മോശായി ഉണ്ട് ഇയാൾക്കത്. ആ മോട്ട ഭാവൊക്കെ നോക്കി. മാധവ വിഷ്ണു മനുസം കൊണ്ട് അതവിടെ കുഴിച്ചിടണം. ഇലക്ട്രീഷ്യനെ വെച്ചെല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. അപ്പൊ 2 ദിവസം കേട്ടോ എല്ലാം ചീത്ത പേരുണ്ടാക്കരുത്. അതെന്തായാലും ഞാൻ ശരി തരാം. അപ്പൊ ശരി തരാം. പിന്നെ വേറൊരു സംശയമുണ്ട്. ഈ KSEB ഏജന്റ് ഉള്ളില് ഒരു ഇടിമിന്നലിന്റെ ചിഹ്നം കണ്ടിട്ടുണ്ട്. അതെന്തിനാണാവോ? അത് കറണ്ട് ബില്ല് കിട്ടുമ്പോ മനസ്സിലാവും. അതല്ല, അത് ഞങ്ങളുടെ KSEB ഒരു ചിഹ്നാണ്. അതല്ലേ ഇപ്പൊ മിന്നൽ മുരളി നെഞ്ഞത്തിട്ട് നടക്കണത്. ഞാൻ വിചാരിച്ചു അങ്ങനെയല്ല, ഇടിമിന്നൽ വരുമ്പോ കറണ്ട് പോകുന്നതാണ് സിഗ്നലായിരിക്കും. ഓ ശരി, അങ്ങനെ നിങ്ങൾ കാട് കയറിയിട്ടൊന്നും ചിന്തിക്കണ്ട. മനസ്സിലായില്ലേ? അതെ, ഇത് പഴയൊരു വീടല്ലേ? അതെ. ഇതിനൊക്കെ പഴക്കമുണ്ട്. അപ്പൊ ഇത് കുറെ കാലം അങ്ങനെ അടച്ചുകൂട്ടി കിടക്കുന്നത് കൊണ്ട് വല്ല പരിചായോ അല്ലെങ്കിൽ എലിയൊക്കെ കടിച്ചു മുറിച്ചെങ്കിലേ ആകെ ഷോർട്ടായി മൊത്തം കത്തിപ്പോവും. അതുകൊണ്ട് ഒരു നല്ല ഇലക്ട്രീഷ്യനെ വിളിച്ച് മൊത്തത്തിലൊന്ന് അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അത് ഓണാക്കിയാ മതി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കിവിടെ ആരും പരിചയമില്ല. ഒരു ഇലക്ട്രീഷ്യനെ കിട്ടാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കണ കാര്യമൊന്നുമല്ല. ഞാൻ 2 ദിവസം കഴിയുമ്പോഴേക്ക് ശരിയാക്കി തരാനേ. അങ്ങനെ ശരിയാക്കിയിട്ട് കാര്യമില്ല, പറ്റില്ല. അതായത് എന്റെ ജോലിക്ക് എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രീഷ്യൻ വന്ന് ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് സ്വിച്ച് ഇടാൻ ഞാൻ സമ്മതിക്കും. ഇയാള് തിരുവല്ലാമല അമ്പലത്തിൽ വന്നുണ്ടോ? ഞാൻ അവിടെ ചാൻജ് ആയിരുന്നേ. അവിടെ ചാക്യാരൂത്ത് കളിക്കാൻ ഇതുപോലെ ഒരാളങ്ങോട്ട് വന്നിരുന്നു. ഞാനത് ചാക്യാരൂത്ത് ഒന്നും പഠിച്ചിട്ടില്ല. കയ്യിന്റെ ഏക്കം കണ്ടോ? പൂണൂലൊക്കെ ഇങ്ങനെ പഠിക്കണ പോലെ വന്നിരുന്നില്ലേ? എനിക്കറിയാം. അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കണ സമയത്ത് ആരൊക്കെയാണ് നീച്ച് നടക്കണ നോക്കുമ്പോ ആരാണ് വരുന്നത്? വാനരപ്പടം അങ്ങനെ അടിച്ച് കയറി വരുന്ന ഒരു സമയത്തെങ്കില് ഞാൻ പറയുകയാണ് വയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് മാത്രമേ ഞാൻ തരുള്ളൂ. ശരിയാക്കിക്കൊള്ളണ്ട.
ഇയാൾ എന്തായി കാണിക്കണേ? അയാള് വയറുകടി വയറടിച്ചത്? വയറുകടി വയറടിയാണെങ്കിൽ അതിനുള്ള മരുന്ന് വേറെയല്ലേ? അതല്ലെന്ന് ഏ? ഈ ടെൻഷൻ വരുമ്പോ നമ്മളൊക്കെ നഖം കടിക്കില്ലേ ഉവ്വ്. ആ അതുപോലെ പുള്ളി ടെൻഷൻ കാരണം ഈ വയറിങ്ങനെ കടിച്ച് വലിച്ച് തുപ്പണത് ആ, അതാണല്ലോ. പുള്ളിയുടെ ഭാര്യനെ പ്രസവത്തിന് ലേബർ റൂമിൽ കെട്ടിപ്പോണ്ടല്ലോ പുറത്തിരുന്ന് ഒരു കോയില് വയറ് കടിച്ചു തുപ്പിയ ആളായിരുന്നു. ഏയ്, ഇത് ഒരുപാട് ഇത് പറയില്ല. ഇതൊക്കെ ഒരു ഇലക്ട്രീഷ്യൻ കൊണ്ടൊന്ന് നോക്കാണ്ട് ഈ മെയിൻ സ്വിച്ച് ഇടാൻ ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ ശരിയാക്കി തരാമേ. അത് ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ മെയിൻ സ്വിച്ച് അതൊന്നും ഞാൻ പോയി ഓണാക്കട്ടെ. ഓണാക്കി നോക്കിയാലോ? ഇത് വയസ്സായ ഒരാളല്ലേ, ഇതൊക്കെ ശരിയാക്കണം. ശരിയാക്കി അടുത്ത് കഴിഞ്ഞിട്ട് പോയിട്ട് ഓണാക്കി. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓണാക്കിട്ട് വരാം. തിരുമേനി പോയി ഓണാക്കിയോട്ടാ. ഓണാക്ക്. സാറേ ആ. എനിക്കൊരു സംശയമുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്നാണല്ലോ കറണ്ട് എടുക്കണത് അത് വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുക്കണം. അല്ലേ? അതെ. അതുകൊണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങി എന്താ കറണ്ട് അടിക്കാത്ത? എന്താ? അല്ലെ വെള്ളത്തിൽ നമ്മള് വെള്ളത്തിൽ നിന്നുള്ള കറണ്ട് എടുക്കണം. അതെ. അപ്പൊ വെള്ളത്തിൽ ഇറങ്ങിയ കറണ്ട് അടിക്കണ്ടല്ലേ? അതെന്താ കറണ്ട് അടിക്കാത്ത? ഈ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ ആ കറണ്ട് എടുത്തല്ലോ, എടുത്തു. പിന്നെ വെള്ളത്തിലെ വിടുന്ന കറണ്ട് കുളിക്കാനും നനയ്ക്കാനും പറ്റണത്. ഇന്ന് പോലും കുളിക്കാല്ലേ? ആ കുളിച്ചോ, ധൈര്യമായിട്ട് കുളിച്ചോ, കറണ്ട് അടിക്കില്ല. കറണ്ട് വന്നു, കറണ്ട് വന്നു, കറണ്ട് വന്നു. ഇരിക്കണു. ക്ഷേമമായി, ക്ഷേമമായി. അപ്പൊ വലിയ സന്തോഷായിരിക്കണം. സന്തോഷായില്ലേ? ഓ, അപ്പൊ കറണ്ട് കിട്ടിയില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. വയറൊന്നും കട്ടായിട്ടില്ല. ആ, ഞാൻ പോയിക്കോട്ടെ എന്നാ. പാരിതോഷികങ്ങളൊന്നും ഞങ്ങൾക്ക് വാങ്ങാൻ പാടില്ല. ഈ യൂണിഫോം ഇട്ട് ഞങ്ങൾ വാങ്ങില്ല. പാരിതോഷികല്ലാന്നേ. ഏതായാലും കറണ്ട് വന്നല്ലോ. 3-4 പോയിന്റില് ബൾബില്ല, ട്യൂബില്ല, ഫാൻ വർക്ക് ചെയ്തില്ല. അതും കൂടെ ഒന്ന് ശരിയാക്കി തന്നാ വലിയ ഉപകാരമായിരുന്നു. ഞാൻ വന്നപ്പോ മുതൽ നിങ്ങളോട് പറയാം, എന്റെ ജോലി അല്ലത്. എനിക്ക് പറ്റിയ നിങ്ങളൊരു ഇലക്ട്രീഷ്യനോട് ചെയ്യിപ്പിക്കും. എനിക്ക് പറ്റില്ലെന്ന്. ഞാൻ വന്നപ്പോ തൊട്ട് പറയണം വെച്ചതാ. ഇയാളുടെ മുഖത്ത് നോക്കി അരുത്. മൈക്കിൾ ജാക്സനെ പോലെ ഉണ്ടെന്ന് മാത്രം പറയരുത്. ഈ വയറും വെച്ച് എനിക്ക് ഡാൻസ് കളിക്കാൻ വയ്യ.